മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് എന്നത് ആപ്പ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ഒരു എസെൻഷ്യൽ പാർട്ട് തന്നെയാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗിൽ ആപ്ലിക്കേഷൻ ശരിയായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു സീംലെസ് യൂസർ എക്സ്പീരിയൻസ് നൽകുന്നു എന്നതാണ് എൻഷുർ ചെയ്യുന്നത്. കറന്റ് സിറ്റുവേഷനിൽ മൊബൈൽ ഡിവൈസിന്റെ ഒരു റാപ്പിഡ് ഇൻക്രീസ് ഉള്ളതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ പല ഡിവൈസിൽ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കോൺസ്റ്റന്റ് ബിഹേവിയർ ആണ് നൽകുന്നത് എന്നുള്ള കാര്യമാണ് എൻഷുർ ചെയ്യേണ്ടത്. ഈ സെഷനിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്. ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൽ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, എല്ലാ ഫങ്ഷണാലിറ്റി ഫീച്ചേഴ്സും ലൈക്ക് ബട്ടൺസ്, നാവിഗേഷൻസ്, ഇൻട്രാക്ഷൻസ് ഇവയെല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ടെസ്റ്റിംഗ് ടൈപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമതായി യൂസബിലിറ്റി ടെസ്റ്റിംഗ്. ഇവിടെ ആപ്ലിക്കേഷൻ യൂസർ ഫ്രണ്ട്ലി ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. യൂസേഴ്സിനെ നിലനിർത്താനായി ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷന് സിമ്പിൾ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ഡിസൈൻ ആയിരിക്കണം. വളരെ വലിയ സ്ട്രെസ് കണ്ടീഷനിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെക്ക് ചെയ്യുന്നത്. ഒരു ഹൈ ട്രാഫിക് സിറ്റുവേഷൻ, ഹെവി ഡേറ്റ ഫ്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ബിഹേവിയർ ആണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിൽ ആപ്ലിക്കേഷൻ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പല ഡിവൈസിലും സ്ക്രീൻ സൈസിലും റെസൊല്യൂഷൻസിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റിംഗ് ടൈപ്പാണ് സെക്യൂരിറ്റി ടെസ്റ്റ്. ഇവിടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സെൻസിറ്റീവ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ സെക്യൂർ ലോഗിൻ, ഡേറ്റ എൻക്രിപ്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കോമൺ വൾനറബിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മേജർ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിവൈസ് ഫ്രാഗ്മെന്റേഷൻ. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൗണ്ട്ലെസ് മോഡൽസ് ഓഫ് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങിൽ വളരെ എസെൻഷ്യലാണ്. ആൻഡ്രോയിഡ്, iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല വേർഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ വേർഷൻസിലും ഫീച്ചേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂവർ വേർഷൻസിൽ ടെസ്റ്റ് ചെയ്യുന്നിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓൾഡർ വേർഷൻസിലും. മൊബൈൽ ഡിവൈസിൻ്റെ കാര്യം എടുത്താൽ തന്നെ പല സ്ക്രീൻ സൈസസ്, ഹാർഡ്വെയർ കോൺഫിഗറേഷൻസ്, പ്രോസസ്സിംഗ് പവർ ആൻഡ് മെമ്മറി ഇത് ഓരോ ഡിവൈസിലും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓരോ ഫ്രാഗ്മെൻറ്റ്സിലും പെർഫോം ചെയ്യേണ്ടത് എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നെറ്റ്വർക്ക് കണ്ടീഷൻസ്. ഒരു റിയൽ വേൾഡ് യൂസേജ് മനസ്സിലാക്കാനായിട്ട് വൈഫൈ, 4G, 3G, 2G ഇങ്ങനെ പല കണ്ടീഷൻസിൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങിൽ എപ്പോഴും ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒരു കാര്യമാണ് യൂസർ എക്സ്പീരിയൻസ്. എ ഗുഡ് UX ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് യുവർ ആപ്പ് സക്സസ് എന്നാണ് പറയാറ്. ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ എല്ലാ സ്ക്രീനിലും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതേപോലെ ബട്ടൺസ്, ഐക്കൺസ്, നാവിഗേഷൻ എലമെൻറ്റ് ഇതെല്ലാം ആ ഒരു ലേഔട്ടിൽ തന്നെ ആയിരിക്കണം. അതേപോലെ യൂസർ എക്സ്പെക്റ്റേഷൻ ബേസ് ചെയ്തായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സ്ക്രീൻ സൈസ് അനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കണം. ഇപ്പോൾ മൊബൈൽ ഡിവൈസ് ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ് ചേഞ്ച് വരുത്തുന്നതിനനുസരിച്ച് ആപ്ലിക്കേഷൻ അതിൻ്റെ ഇൻ്റർഫേസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ പല ഡിവൈസ് ആപ്ലിക്കേഷൻ റെസ്പോൺസീവ് ആണോ എന്ന് എൻഷുർ ചെയ്തിരിക്കണം. സ്മാർട്ട് ഫോൺ ടച്ച് ഇൻട്രാക്ഷനിൽ കംപ്ലീറ്റ്ലി റിലേ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ടാപ്സ്, സ്വൈപ്സ്, ജെസ്റ്റേഴ്സ് ഇങ്ങനെയുള്ളവയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ക്രൂഷ്യലാണ്. മോറോവർ ആപ്ലിക്കേഷൻ സ്റ്റേബിൾ ആണോ, ഒരു ക്രാഷസും ഉണ്ടാകുന്നില്ല, റെസ്പോൺസ് സ്ക്രീൻസ് എല്ലാം നോർമൽ വർക്കിംഗ് ആണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി യൂസർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊബൈൽ ഡിവൈസ് എന്ന് പറയുന്നത് ബാറ്ററി പവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ആപ്ലിക്കേഷൻ ഡിവൈസിൻ്റെ എക്സസീവ് റിസോഴ്സസ് ലൈക്ക് CPU, മെമ്മറി ഓർ നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു മച്ച് കൺസപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് സ്ലോ പെർഫോമൻസിനും എക്സ്പീരിയൻസിനും കാരണമാകുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷനാണ് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ അൺനെസസറി ബാറ്ററി ഡ്രെയിൻ ഉണ്ടാകുന്നുണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ട്രാക്കിംഗ്, ഡേറ്റ സിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായി ചെക്ക് ചെയ്യേണ്ടതാണ്. ഓഫ്ലൈൻ മോഡിൽ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ
ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഡൻ ലോസ് ഓഫ് കണക്ഷൻ വരുമ്പോൾ കണക്ഷൻ റീസ്റ്റോർ ആകുന്ന സമയത്ത് കറക്റ്റായി സിങ്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോ ലൊക്കേഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. യൂസർ ലൊക്കേഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ ജിയോ ലൊക്കേഷൻസ് ബേസ്ഡ് ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആപ്ലിക്കേഷൻ ലൊക്കേഷൻ ഡേറ്റ റിട്രീവ് ചെയ്യുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുക. യൂസർ ലൊക്കേഷനെ ബേസ് ചെയ്ത് സർവീസ് നൽകുന്ന ആപ്ലിക്കേഷൻ പല റീജിയൻസിൻ്റെയും ടൈം അനുസരിച്ചാണ് കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. സ്ക്രീൻ റീഡേഴ്സ് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ പറ്റും. വോയിസ് കമാൻഡ് ഡിറ്റക്ഷൻ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പെക്റ്റഡ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. സോ ഇൻ കൺക്ലൂഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ ക്വാളിറ്റി, യൂസർ എക്സ്പീരിയൻസ് എന്നതിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഈ പറഞ്ഞ കൺസിഡറേഷൻ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ആൻഡ് റിലയബിൾ ആപ്പിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു.